ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്നവരിൽ നമ്മൾ ഗാന്ധിജിയുടെ പേര് കേട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ ഗാന്ധിജിയുടെ പേര് മാത്രം. എന്നാൽ മറ്റു ചിലരുടെ പേരുകൾ എവിടേക്കോ ഒതുങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്ന യഥാർത്ഥ ഹീറോസിനെ പറ്റി ഒന്ന് നോക്കി വരാം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പ്രധാന സ്വാതന്ത്ര്യ സമര സേനാധിപന്മാരിൽ പ്രധാനിയാണ് ഭഗത് സിംഗ്. അടിമത്തത്തിലുള്ള ജനതയെ ഉണർത്തുവാൻ വേണ്ടി പ്രധാനമായും യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുവാൻ തുടങ്ങി. നമുക്ക് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കണമെങ്കിൽ ആയുധം മാത്രം ഉപയോഗിച്ചാൽ പോയി, മറിച്ച് ബുദ്ധിവൈഭവവും പഠനവുമെല്ലാം അവിടെ കാണിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ ആശയം യുവാക്കളിൽ എത്തിക്കുവാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുവാൻ തുടങ്ങി. അതിനുവേണ്ടി അദ്ദേഹം സ്വയം തന്നെ ആദ്യം പഠിക്കുവാനാണ് മുൻകൈ എടുത്തത്. അദ്ദേഹം ജയിലിൽ കഴിഞ്ഞപ്പോഴും പുറത്തുമെല്ലാം ഒരുപാട് പുസ്തകങ്ങൾ ഇതിനുവേണ്ടി അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അതിലെ ആശയങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിക്കുവാനും തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഞാൻ നാസ്തികനാണ് എന്ന പുസ്തകം എഴുതി. യുവാക്കൾക്ക് ഒരു പുതിയ ചിന്തയാണ് അതിൽ നിന്നും കിട്ടിയത്. അതായത് സ്വാതന്ത്ര്യം വെറും സ്വരാജ് അല്ല, സമത്വം കൂടിയാണ് എന്ന ആശയം പരക്കെ പടർന്നു. അങ്ങനെ HSR രൂപീകരിക്കപ്പെട്ടു. അതായത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. 1928 സെപ്റ്റംബർ 9 ഈ അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ടത്. ബ്രിട്ടീഷുകാരെ ആയുധം കൊണ്ടും അതോടൊപ്പം ആശയം കൊണ്ടും അവരെ ഈ നാട്ടിൽ നിന്നും തുരത്തുവാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ടത്. ജാതി, മതം, പണക്കാരൻ, പാവപ്പെട്ടവൻ എന്നിങ്ങനെ വേർതിരിവില്ലാതെ മനുഷ്യർ ജീവിക്കുക എന്ന ലക്ഷ്യവും ഇവർക്ക് ഉണ്ടായിരുന്നു. ഇവരുടെ പ്രധാന മുദ്രാവാക്യമായിരുന്നു ഇൻകുലാബ് സിന്ദാബാദ്, അതായത് വിപ്ലവം നീണാൾ വാഴട്ടെ എന്ന് അർത്ഥം. ഇതിലൂടെ HSR ഭഗത് സിംഗിനെ ഒരു നാഷണൽ ലീഡറാക്കി മാറ്റി. ഇതിലൂടെ എല്ലാം അദ്ദേഹത്തിന് ചെറുപ്പക്കാരുടെ സപ്പോർട്ട് നന്നായി ലഭിക്കുവാൻ തുടങ്ങി. അങ്ങനെ ബ്രിട്ടീഷിനെതിരെയുള്ള പോരാട്ടമായി അത് മാറി. അങ്ങുമിങ്ങുമായി ചിതറിക്കിടന്ന ആൾക്കാർ സംഘടിക്കുവാൻ തുടങ്ങി. രാജ്യം മുഴുവനും വിപ്ലവമെന്ന ആശയം പരക്കപ്പെട്ടു. 1928 സൈമൺ കമ്മീഷൻ വിരുദ്ധ സമരത്തിൽ ലാത്തി ചാർജ്. ഇതിനിടയിൽ ലാല ലജ്പത് റായ് അന്തരിക്കപ്പെട്ടു. അങ്ങനെ ഇത് തങ്ങളുടെ നേതാക്കളെ തൊട്ട തങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് കാണിക്കുവാൻ തിരിച്ച് അവരോട് ചെയ്തതിന് പകരം ചോദിക്കുവാൻ വേണ്ടി, അവർ തിരിച്ച് ചോദിക്കുമെന്ന് കാണിക്കുവാൻ വേണ്ടി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ജോൺ സൗണ്ടേഴ്സിനെ വെടിവെച്ച് കൊന്നു. ഈ ഒരു കാര്യം ബ്രിട്ടീഷുകാരിൽ ശരിക്കും ഭയമുണർത്തി. എന്നാൽ ഭയമുണരുക മാത്രമല്ല ചെയ്തത്, അവരോടൊപ്പം ഇന്ത്യക്കാരും ഉണരുവാൻ തുടങ്ങി. തങ്ങൾക്ക് ചോദിക്കുവാൻ വേണ്ടി ഒരു ആള് ഉണ്ട് എന്ന ബോധ്യം എല്ലാവർക്കും വരുവാൻ തുടങ്ങി. അങ്ങനെ ഭഗത് സിംഗ് ഒരു ദേശീയ ഹീറോയായി മാറി. ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടുവന്ന ജനവിരുദ്ധമായ നിയമങ്ങൾക്ക് ജനതയെ ഉണർത്തുവാൻ വേണ്ടി ആൾക്കാരെ കൊല്ലുകയല്ല വേണ്ടത്. അങ്ങനെ അദ്ദേഹം 1929 ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പുകബോംബും വിപ്ലവകരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ലേഖനവും എറിഞ്ഞു. ഈ ഒരു കാര്യം രാജ്യം മുഴുവനും ചർച്ചയായി. പത്രങ്ങളിൽ വാർത്തകൾ വന്നു. ആരാണ് ഈ പയ്യനെന്ന് ജനങ്ങൾ ചോദിച്ചു. ഭഗത് സിംഗ് വീണ്ടും ശ്രദ്ധയാകർഷിക്കുവാൻ തുടങ്ങി. കൂടാതെ തന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയും ഇതുവഴി ചെയ്തു. തങ്ങളുടെ രാഷ്ട്രീയ തടവുകാരോട്, അതായത് ഇന്ത്യക്ക് വേണ്ടി പോരാടുന്നവരോട് ഒരു ക്രിമിനലിനെ പോലെയാണ് ബ്രിട്ടീഷിന്റെ ജയിൽ അധികാരികൾ പെരുമാറിക്കൊണ്ടിരുന്നത്. എന്നാൽ അത് മാറണം. അവർക്ക് നല്ല ബഹുമാനവും ഭക്ഷണവുമെല്ലാം അവരുടെ അവകാശങ്ങൾ ലഭ്യമാകണം. ഇങ്ങനെ ഇതിനുവേണ്ടി അദ്ദേഹം നന്നായി പോരാടി. ഇതിനുവേണ്ടി 63 ദിവസമാണ് ജയിലിൽ അദ്ദേഹം നിരാഹാര സമരം കിടന്നത്. അദ്ദേഹത്തോടൊപ്പം മറ്റ് വിപ്ലവകാരികളും ഉണ്ടായിരുന്നു. ഈ സമരം വിജയം കണ്ടു. സർക്കാരിന് ഭഗത് സിംഗിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. തടവുകാർക്ക് പ്രത്യേക പരിഗണനയും അവരുടെ ആവശ്യങ്ങളും നിറവേറപ്പെട്ടു. അങ്ങനെ വീണ്ടും ഭഗത് സിംഗ് ജനശ്രദ്ധ ആകർഷിച്ചു. മാത്രമല്ല ജനമനസ്സുകളിൽ അദ്ദേഹം ഒരു ത്യാഗിയായി പ്രതിഷ്ഠിക്കപ്പെട്ടു. ഒടുവിൽ അദ്ദേഹം തന്റെ ത്യാഗം കൊണ്ടും ഇന്ത്യൻ ജനതയെ ഉണർത്തുവാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. അതായത് തന്റെ മരണം ജനങ്ങളെ സ്വാധീനിക്കണം. മാത്രമല്ല വരും തലമുറയ്ക്ക് ഒരു തിരികൊളുത്തി കൂടിക്കൊണ്ട അദ്ദേഹത്തിന്റെ മരണം, അതായത് മരണത്തെ പേടിക്കും. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടണമെന്ന് ജനതയെ കാണിക്കുവാൻ വേണ്ടി അദ്ദേഹം നടത്തിയ സൗണ്ടേഴ്സിന്റെ വധവും അസംബ്ലി ബോംബിങ്ങുമെല്ലാം അദ്ദേഹത്തെ വധശിക്ഷയിലേക്ക് നയിച്ചു. എന്നാൽ അദ്ദേഹം കോടതിയിൽ പറഞ്ഞതാകട്ടെ, ഞാനൊരു വ്യക്തിയെ കൊന്നതിനു വേണ്ടിയല്ല, ഞാനൊരു ആശയത്തിനു വേണ്ടിയാണ് പോരാടിയത്. അടിമ ഇന്ത്യക്ക് സ്വാതന്ത്ര്യവും സമത്വവും സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വേണമെന്ന ആശയത്തിനു വേണ്ടിയാണ്.
അങ്ങനെ 1931 മാർച്ച് 23 തന്റെ 23-ാം വയസ്സിൽ രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരോടൊപ്പം അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ടു. ഭഗത് സിംഗ് വീരമൃത്യു വരിച്ചു. ജനങ്ങളെയും പ്രധാനമായും യുവാക്കളെയും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആശയവും സ്വാധീനിച്ചു. ഒരു ജനതയെയും തലമുറയെയും വരും തലമുറയെയും അദ്ദേഹം സ്വാധീനിക്കുകയും അവരെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രാപ്തരാക്കുകയും അദ്ദേഹം ചെയ്തു. ഇത് ഭഗത് സിംഗിന്റെ അധ്യായം. എന്നാൽ അദ്ദേഹം കൊളുത്തിയ തീ അണഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആളി പടർന്നുകൊണ്ടേയിരുന്നു. ഇതേ സമയം മറ്റൊരു വശത്ത് ഒരു ബംഗാളി യുവാവ് കോൺഗ്രസിനുള്ളിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു, അപേക്ഷയും പ്രസംഗവും മാത്രം പോരാ, വേഗം സ്വരാജ് നേടണം. അതിനുവേണ്ടി ആയുധം കയ്യിലെടുത്തു. അതായത് ആ യുവാവ് ഒരു ധീരനായി മുന്നിൽ നിന്നു. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ആ ധീര യുവാവ്. ജനങ്ങൾ അദ്ദേഹത്തെ നേതാജി എന്ന് വിളിക്കും. 1938-ലും 39-ലും അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റായി. ഉദ്ദേശം സ്വരാജ് തന്നെ. സ്വരാജ് എന്നാൽ സ്വന്തം ഭരണം എന്നാണ് അർത്ഥം. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ 6 മാസത്തിനുള്ളിൽ പൂർണ്ണ സ്വരാജ് നമുക്ക് ആവശ്യമാണെന്ന് അദ്ദേഹം ഒരു പ്രമേയം പാസായി. അങ്ങനെ കാര്യങ്ങൾ അദ്ദേഹം നന്നായി നീക്കിക്കൊണ്ട് ഇരുന്നപ്പോഴാണ് 1939-ൽ ഗാന്ധിജിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. അതിനിടയായ കാരണം സ്വാതന്ത്ര്യത്തിനായി നമ്മൾ എടുക്കുന്ന സമയത്തെ കുറിച്ചായിരുന്നു. ഈ കാര്യത്തിൽ ഗാന്ധിജിയുടെ നിലപാട് എന്തെന്നാൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹിംസയുടെ വഴിക്ക് പോകാം എന്നതായിരുന്നു. അതായത് പതിയെ ഇതിലൂടെ ഉറപ്പായ സ്വാതന്ത്ര്യം നേടാം, മാത്രമല്ല ബ്രിട്ടീഷുമായി സഹകരിക്കുകയും ചെയ്തു. ഈ ഒരു നിലപാടായിരുന്നു ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു നിലപാടിനോട് നേതാജിക്ക് സഹകരിക്കുവാനോ യോജിക്കുവാനോ ഒരു തരത്തിലും താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു തരത്തിൽ പോലും ഈ ഒരു ആശയത്തെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ നിലപാട് 6 മാസത്തിനുള്ളിൽ പൂർണ്ണ സ്വരാജ് വേണം എന്നതായിരുന്നു. അതും അപേക്ഷ കൊണ്ട് പോരാ, ഇതിനെതിരെ ബ്രിട്ടീഷിനെതിരെ സമരം വരെ ചെയ്യാം. അങ്ങനെ ആ വർഷം തന്നെ, അതായത് 1939 വീണ്ടും കോൺഗ്രസിന്റെ പ്രസിഡന്റിനു വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ വർഷം നടന്ന ത്രിപുരി കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന പട്ടാഭി സീതാരാമയ്യയെ തോൽപ്പിച്ചുകൊണ്ട് നേതാജി വീണ്ടും പ്രസിഡന്റായി. എന്നാൽ പ്രസിഡന്റായ നേതാജിയോടൊപ്പം സഹകരിക്കുവാൻ ഗാന്ധിജിക്കും വർക്കിംഗ് കമ്മീഷനും തയ്യാറായിരുന്നില്ല. എന്നാൽ ഇങ്ങനെ മാത്രമല്ല ചെയ്തത്, എല്ലാ കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുവാൻ അവർ തുടങ്ങി. എന്നാൽ നേതാജിയെ മാത്രമല്ല ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ തടഞ്ഞത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഓരോ നാളുകളെയും വേഗതയും ആണ്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും അവിടെ തന്നെ തുടർന്നാൽ അത് നന്നായി വരില്ല എന്ന് മനസ്സിലാക്കിയ നേതാജി ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം 1939 ഏപ്രിൽ 29-ാം തീയതി അദ്ദേഹം രാജിവെച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഫോർവേഡ് ബ്ലോക്ക് എന്ന പുതിയ പാർട്ടി അദ്ദേഹം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടാക്കി. ലക്ഷ്യം ഒന്ന് മാത്രം, വേഗത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം. ഇതിലൂടെ അദ്ദേഹം രാജ്യം മുഴുവൻ സഞ്ചരിക്കുകയും ആന്റി കോംപ്രമൈസ് നിലപാട് പ്രചരിപ്പിക്കുകയും ചെയ്തു. ശരിക്കും യുവാക്കൾക്കും വിപ്ലവകാരികൾക്കും പുതിയൊരു വഴിയാണ് അവിടെ തുറക്കപ്പെട്ടത്. ബ്രിട്ടീഷുമായും ഒരു തരത്തിലുള്ള സഹകരണത്തിനും തയ്യാറല്ല എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. മാത്രമല്ല മറ്റെല്ലാവരെയും അദ്ദേഹത്തിന്റെ നിലപാടിനൊപ്പം ആകർഷിക്കുകയും നയിക്കുകയും അദ്ദേഹത്തിന് ചെയ്യുവാൻ കഴിയും. അങ്ങനെ ഇതിലൂടെയെല്ലാം ജനങ്ങൾക്ക് വേഗം തന്നെ സ്വാതന്ത്ര്യം വേണമെന്ന ആശയം ഉടലെടുക്കുവാൻ തുടങ്ങി. ഫാക്ടറി തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, കർഷകർ എന്നിങ്ങനെ തുടങ്ങിയ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സമരത്തിന് വേണ്ടി ഇറക്കി. പണിമുടക്ക് ധർണ, ജയിലിലിറക്കൽ സമരങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് അദ്ദേഹം ഇതിനുവേണ്ടി ചെയ്തത്. വേൾഡ് വാർ 2 നടക്കുന്ന അങ്ങനെ ഈ ഒരു ആശയത്തെ മുതലെടുത്തുകൊണ്ട് പുറത്തുനിന്നും ആയുധങ്ങളുമായി ഇന്ത്യയിലേക്ക് കടക്കുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധങ്ങൾ കൊണ്ട് പോരാടുവാൻ വേണ്ടി 1941 ജനുവരി 16-ാം തീയതി കൊൽക്കത്തയിലെ വീട്ടുതടങ്കൽ മറികടന്ന് അദ്ദേഹം പോയതാകട്ടെ ജർമ്മനിയിലേക്കാണ്. അതായത് ഹിറ്റ്ലറെ കാണുവാൻ വേണ്ടി. അങ്ങനെ ഹിറ്റ്ലറെ കണ്ട് ആയുധവും സഹായവും ചോദിക്കും. ശത്രുവിന്റെ ശത്രു നമ്മുടെ മിത്രം. ഈ ഒരു ആശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതായത് ഹിറ്റ്ലർ സഹായിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ജർമ്മൻ സൈനികരെ ഇന്ത്യൻ അതിർത്തി വരെ അദ്ദേഹം അയക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ റഷ്യയുമായി ഹിറ്റ്ലർ യുദ്ധത്തിനായതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് സൈനികരെ അയക്കുവാൻ കഴിയില്ലെന്ന് ഹിറ്റ്ലർ പറഞ്ഞു. ഈ വേൾഡ് വാർ സമയത്ത് ഇന്ത്യൻ സൈനികരെ ജർമ്മൻ സൈന്യം പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ സൈനികർ. അവരാണ് ഇന്ത്യൻ POW, അതായത് പ്രിസണർ ഓഫ് വാർ. അങ്ങനെ ഹിറ്റ്ലർ ഇങ്ങനെ പിടിക്കപ്പെട്ടവരെ നേതാജിക്ക് വിട്ടുകൊടുക്കുകയും ആസാദ് ഹിന്ദ് ലീജിയൻ ഉണ്ടാക്കുവാൻ അനുമതി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇത് ഹിറ്റ്ലറിന്റെ വെറും തന്ത്രം മാത്രമായിരുന്നു.
അതായത് ലോകത്തിന് മുൻപിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരെങ്കിലും പോരാടുന്നുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയുള്ള വെറും തന്ത്രം മാത്രമല്ല ഹിറ്റ്ലർക്ക് ഇന്ത്യയോട് വലിയ താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതായത് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ഒരു കോളനിയായി തന്നെ തുടരണമെന്നാണ് ഹിറ്റ്ലർ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഹിറ്റ്ലർ അനുവദിച്ച സൈന്യത്തെ ഹിറ്റ്ലർ തന്നെ യൂറോപ്പിൽ കൂട്ടിയിട്ടു. അവർ ജർമ്മൻ സൈന്യത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുവാനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇതിനുവേണ്ടി ആയുധങ്ങൾ ചോദിച്ചപ്പോഴും ഹിറ്റ്ലർ സമ്മതം മൂളിയില്ല. 2 വർഷത്തോളമാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി നേതാജി പരിശ്രമിച്ചത്. എന്നിട്ടും ഇതിന് ബലമുണ്ടായില്ല. അങ്ങനെ ഇത് നടക്കില്ല എന്ന് മനസ്സിലാക്കിയ നേതാജി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അങ്ങനെ 1943 ജപ്പാനിലേക്ക് അദ്ദേഹം പോയി. ഇവിടെയും ശത്രുവിന്റെ ശത്രു മിത്രം എന്ന ആശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. വേൾഡ് വാർ സമയത്ത് ജപ്പാൻ ബ്രിട്ടീഷുകാരെ നേരിടുന്നുണ്ടായിരുന്നു നന്നായി തന്നെ. അതുകൊണ്ട് തന്നെ അവരുടെ സഹായത്തോടുകൂടി ഇന്ത്യയിലേക്ക് കടക്കുവാനും നേതാജി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വർഷം, അതായത് 1943 ജർമ്മൻ സബ്മറൈൻ U-180 കപ്പലിൽ കയറി അദ്ദേഹം യാത്ര ആരംഭിച്ചു. അങ്ങനെ 90 ദിവസമാണ് അദ്ദേഹം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ചിലവഴിച്ചത്. ഇതിനിടയിൽ വേറെ കപ്പലിലേക്കും അദ്ദേഹം ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ മെയ് മാസത്തിൽ ടോക്കിയോയിൽ പിന്നെ സിംഗപ്പൂരിലേക്കും അദ്ദേഹത്തിന് എത്തിച്ചേരുവാൻ സാധിച്ചു. ഈ ഒരു യാത്ര വെറും ഒരു യാത്രയായിരുന്നില്ല, ലോകം തന്നെ ഞെട്ടിയ ഒരു യാത്രയാണ്. അതായത് ഇന്ത്യൻ വംശജൻ സബ്മറൈനിൽ ലോകം മുഴുവൻ ചുറ്റിയത്. ഈ ഒരു വാർത്ത ബ്രിട്ടീഷുകാരിൽ നന്നായി ഭയമുണർത്തി. പിന്നെ ജപ്പാൻ നേതാജിയെ ഏഷ്യയുടെ നേതാവായി സ്വീകരിച്ചു. ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ ശരിക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 1947 തന്നെ കിട്ടുവാൻ ഇടയുണ്ടായ കാര്യമാണ്. അതായത് സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും പ്രധാനമായ നാൾവഴികൾ. അതേക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുവാൻ പോകുന്നത്. നേതാജി തന്നെയാണ് അമരക്കാരൻ. അങ്ങനെ INA പിറക്കുന്നു. അതായത് ഇന്ത്യൻ നാഷണൽ ആർമി. ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് മറ്റൊരു പേരും കൂടി ഇതിനുണ്ട്. ബ്രിട്ടീഷുകാരെ കീഴടക്കണം. അതിന് ഒരു വലിയ സൈന്യം തന്നെ ആവശ്യമാണ്. സിംഗപ്പൂരിൽ ചെന്ന് INA-യുടെ നേതാജി സുപ്രീം കമാൻഡറായി മാറി. ശേഷം ചെയ്തത് സിംഗപ്പൂരിൽ തടവിലാക്കിയ 40,000 ഇന്ത്യൻ POWകൾ. അവരെ വെച്ച് അദ്ദേഹം സൈന്യം രൂപപ്പെടുത്തി. അങ്ങനെ ഈ സൈന്യത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു ജയ് ഹിന്ദ് ദിൽ ചാലോ തും മുझे खून दो मैं तुम्हें ആസാദി दूंगा. അതായത് നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അർത്ഥം. വെറും പ്രസംഗം കൊണ്ട് മാത്രം സ്വാതന്ത്ര്യം കിട്ടില്ല, അതിനുവേണ്ടി ഇന്ത്യൻ മണ്ണിൽ ചവിട്ടണം. അങ്ങനെ ഇതിനുവേണ്ടി ജപ്പാന്റെ സഹായത്തോടെ INA-യും ജപ്പാൻ സൈന്യവും ചേർന്ന് മണിപ്പൂർ, നാഗാലാൻഡ് എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഇംഫാൽ കൊഹിമ യുദ്ധം നടന്നു. അതായത് 1944 മാർച്ച് മുതൽ ജൂൺ വരെ നടന്ന യുദ്ധം. ഇതിനുവേണ്ടി നേതാജിയുടെ പക്ഷത്തുണ്ടായിരുന്ന ജപ്പാൻ സൈന്യം 2 കൊഹിമയിലേക്കും ഇംഫാലിലേക്കും മാറി. അവരുടെ ഉദ്ദേശം കൊഹിമ പിടിച്ച് ഇംഫാൽ ബ്ലോക്ക് ചെയ്യുക. അതോടെ ഇംഫാലിലേക്കുള്ള ബ്രിട്ടീഷ് സൈനികർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും ആയുധങ്ങളും എത്താതെ വരും. കാരണം ഇംഫാലായിരുന്നു ബ്രിട്ടീഷ് സൈനികരുടെ ഏറ്റവും വലിയ സപ്ലൈ. മരുന്ന്, ഭക്ഷണം, ടാങ്കറുകൾ, ഇങ്ങനെ എല്ലാം അവർ ഇവിടെയാണ് കൂട്ടിവെച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇംഫാലിലേക്കുള്ള ഒരേ ഒരു NH റോഡും കൂടിയാണ് കൊഹിമ. എന്നാൽ ഈ ഒരു ദൗത്യം വിജയകരമായിരുന്നില്ല. കാരണം മഴ വന്നതുകൊണ്ട് തന്നെ റോഡ് മുഴുവൻ ചെളികൾ കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ എയർ സപ്ലൈ നടത്തി. ഇങ്ങനെ INA-ക്ക് ആവശ്യമായ സപ്ലൈ ലഭിച്ചില്ല. മാത്രമല്ല ബർമയിലെ കാടുകൾ അതിജീവിക്കുവാനും അവർ ബുദ്ധിമുട്ടി. മഴയും വിശപ്പുമെല്ലാം അവരെ തളർത്തുന്നുണ്ടായിരുന്നു. ജപ്പാന്റെയും ഇന്ത്യൻ സൈന്യത്തെയും ചേർത്തുകൊണ്ട് 30,000 സൈനികരാണ് വീരമൃത്യു അടഞ്ഞത്. അങ്ങനെ ഇതോടെ ജപ്പാൻ സൈനികർ പിൻവാങ്ങി. ഇതിന് പ്രധാന കാരണം ഇവിടെ ഉണ്ടായ തിരിച്ചടി മാത്രമല്ല, അമേരിക്ക ജപ്പാനെതിരെ ബോംബാക്രമണം തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരവരുടെ നാട് സംരക്ഷിക്കുവാൻ എന്ന ലക്ഷ്യത്തോടും കൂടി ജപ്പാൻ പിൻവാങ്ങി. അങ്ങനെ നേതാജി സൈനികരോട് പറഞ്ഞു, നമ്മൾ യുദ്ധം തോറ്റു, പക്ഷേ പരാജയം അംഗീകരിക്കില്ല, രീതി മാറും. നേതാജി അടുത്ത കരുക്കൾ നീക്കുവാൻ തുടങ്ങി. മാത്രമല്ല ജപ്പാൻ തിരിച്ചു വരുന്നതുവരെ നമുക്കിവിടെ ഒരു സർക്കാരെങ്കിലും നിലനിൽക്കണം. ഇതിനുവേണ്ടി അദ്ദേഹം പുതിയൊരു റിക്രൂട്ട്മെന്റ് നടത്തി. ആസാദ് ഹിന്ദ് സർക്കാർ റംഗൂണിലെ മോൾമേനിലേക്ക് മാറ്റി. ജപ്പാൻ വരുന്നതുവരെ കാത്തിരിക്കുവാനും നേതാജി തയ്യാറായിരുന്നു. എന്നാൽ ജപ്പാൻ യുദ്ധത്തിന് കീഴടങ്ങി. ഇതോടെ നേതാജിയും INA-യും ഒറ്റയ്ക്ക്. അവിടെ നേതാജിയുടെ മുൻപിൽ 2 വഴികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ബ്രിട്ടീഷുകാർക്ക് മുൻപിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ പുതിയ സഖ്യം രൂപീകരിക്കുക. അങ്ങനെ സോവിയറ്റ് റഷ്യയുമായി സഖ്യം രൂപീകരിക്കുവാൻ
നേതാജി തീരുമാനിച്ചു. അതുവഴി സ്റ്റാലിന്റെ സഹായത്തോടുകൂടി ഇന്ത്യയുടെ വടക്കൻ മേഖല വഴി ഇന്ത്യയിലേക്ക് കടക്കണം. സോവിയറ്റ് യൂണിയൻ ബ്രിട്ടീഷുകാർക്ക് എതിരുമാണ്, അവർ സഹായിക്കും. അങ്ങനെ ഈ ലക്ഷ്യങ്ങളോടുകൂടി നേതാജി കരുക്കൾ നീക്കി. എന്നാൽ 1945 ഓഗസ്റ്റ് 18 തീയതി തായ്വാനിൽ വെച്ചുള്ള വിമാന അപകടത്തോടുകൂടി സഖ്യം നിലച്ചു. അതായത് നേതാജി പൊള്ളലേറ്റി മരണപ്പെട്ടു എന്ന വാർത്ത പടർന്നു. അങ്ങനെ റഷ്യയിലേക്കുള്ള യാത്ര അവിടെ നിലച്ചു. എന്നാൽ ഒരു വസ്തുത എന്തെന്നാൽ, മരിച്ചു എന്ന് പറയുന്ന നേതാജിയുടെ മൃതദേഹത്തിന്റെ ഫോട്ടോയോ DNA തെളിവോ ഇതുവരെ ആർക്കും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അതായത് ഒരു തെളിവില്ലാത്ത മരണം. അതുമാത്രമല്ല, നേതാജി മരിച്ചിട്ടില്ല. ഉത്തർപ്രദേശ് ഗുമനി ബാബായായും പിന്നെ റഷ്യയിൽ ജീവിക്കുന്നുണ്ടെന്നും പിന്നീട് പലരും കണ്ടുവെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായാലും നേതാജിയുടെ പ്രത്യക്ഷത്തിലുള്ള യാത്രയ്ക്കും ജീവിതത്തിനും അവിടെ അന്ത്യം വീണു. അങ്ങനെ നേതാജി പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും അവിടെ അദ്ദേഹം കൊളുത്തിവെച്ച INA ശക്തമായി തന്നെ നിലകൊണ്ടു. അതായത് പോരാട്ടം ശക്തമായി ആഞ്ഞടിക്കുവാൻ തുടങ്ങി. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ പേടിപ്പിക്കുവാൻ വേണ്ടി INA സൈനികർ ജപ്പാന്റെ കൂടെ നിന്നതിന് ബ്രിട്ടീഷ് വിചാരണ ഏർപ്പെടുത്തി. ഇതിനുവേണ്ടി INA-യിലെ 3 പ്രധാന ഓഫീസർമാരെ പിടികൂടുകയും കോടതിയിൽ വെച്ച് തൂക്കിലേറ്റി. ബാക്കിയുള്ളവർക്കും സൈന്യത്തിന് അതൊരു പേടിയാകും. ഇതോടെ ബ്രിട്ടീഷിനെതിരെ ആരും തിരിയില്ല. അതുകൊണ്ട് രാജ്യദ്രോഹം, കൊലപാതകം, ടോർച്ചർ എന്നീ കേസുകൾ ഹിന്ദു സമുദായത്തിൽ സെഗാൾ, മുസ്ലിം മതത്തിൽ നിന്നും ഷാനവാസ്, സിഖ് മതത്തിൽ നിന്നും ധിലൺ എന്നിവരെ തിരഞ്ഞെടുത്ത് വിചാരണ ആരംഭിച്ചു. 3 മതത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് തന്നെ ഇന്ത്യയെ പിളർപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി. അതായത് ഇതോടുകൂടി ഹിന്ദുവും മുസ്ലിമും പരസ്പരം തമ്മിൽ അടികൂടും. ഒരു വലിയ വർഗീയ കലാപം ഉണ്ടാകും. അതിനുവേണ്ടിയാണ് 3 മതത്തിൽ നിന്നും ഓരോ വ്യക്തികളെയും അവർ തിരഞ്ഞെടുത്തു. എന്നാൽ ബ്രിട്ടീഷിന്റെ കണക്കുകൾ അവിടെ പിഴച്ചു. ബ്രിട്ടീഷുകാർ വിചാരണ നടത്തിയപ്പോൾ രാജ്യം മുഴുവനും ഒറ്റക്കെട്ട്. അവർ രാജ്യദ്രോഹികളല്ല, ദേശഭക്തന്മാരാണ് ജനങ്ങൾ ഏറ്റുപറഞ്ഞു. ഇന്ത്യയെ തകർക്കുവാൻ വേണ്ടി അവർ നടത്തിയ പ്ലാൻ അവരുടെ തന്നെ ശവക്കുഴിയായി മാറുകയാണ്. മാത്രമല്ല, തങ്ങളുടെ പടയാളികൾ തുടരണമെന്ന് രാജ്യം മുഴുവൻ ഒന്നടങ്കം പറയുവാൻ തുടങ്ങി. ഇതോടെ ബ്രിട്ടീഷിന്റെ പക്ഷത്തുണ്ടായിരുന്ന നാവിക സേനയും പിൻവാങ്ങി. അവർ ഭയന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി തോക്ക് പിടിക്കുവാൻ ആളില്ലാതെ അത്രയ്ക്ക് ശക്തമായായിരുന്നു നേതാജിയുടെ INA-യും ഇന്ത്യൻ ജനതയും ഒറ്റക്കെട്ടായി നിന്നത്. ഇതോടെ ബ്രിട്ടീഷുകാർക്ക് ഇനി ഇവിടെ നിൽക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അതിന് കാരണം തലവനില്ലാതെ ഇറങ്ങിത്തിരിച്ച പട, അതായത് നേതാജിയുടെ പട കോടതിയിൽ കൊളുത്തിയ തീ ആളി പടർന്നുകൊണ്ടേ ഇരുന്നു. തങ്ങൾക്കെതിരെ ഒരു വർഗീയ കലാപമാണ് ഉണ്ടാക്കുവാൻ നോക്കിയതെന്ന് ഇന്ത്യൻ ജനത തിരിച്ചറിഞ്ഞു. അങ്ങനെ നേതാജി കൊളുത്തിയ തീ അണയാതെ കൊണ്ടെത്തിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക്. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 തീയതി 200 വർഷത്തെ അടിമത്തത്തിന് ശേഷം ത്രിവർണ പതാക ഉയർന്നു. അന്ന് രാത്രി 12 മണിക്ക് ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിൽ നിന്നും വിളിച്ചു പറഞ്ഞു, ട്രിസ്റ്റി വിത്ത് ഡെസ്റ്റി, ഇന്ത്യ സ്വതന്ത്രയായി. ഇന്ത്യയെ പിളർപ്പിക്കുവാൻ വേണ്ടി അവർ നടത്തിയ കോടതി വിചാരണ രാജ്യത്തെ ഒറ്റക്കെട്ടാക്കുകയും അത് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അങ്ങനെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇനി മറ്റൊരു വശത്ത് മറ്റൊരാൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനി, ജവഹർലാൽ നെഹ്റു. നേതാജി ഒരു വശത്ത് രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുകയായിരുന്നു, മറുവശത്ത് രാജ്യത്തിനു വേണ്ടി ചർച്ചകൾ നടക്കുകയും. ആ ചർച്ചകൾ നടത്തിയതാകട്ടെ നെഹ്റു. അതായത് നേതാജി INA-യെ നയിച്ച നെഹ്റു ചർച്ചയുടെ യുദ്ധം നടത്തി. 1942 ക്വിറ്റ് ഇന്ത്യ പ്രമേയം. ഓഗസ്റ്റ് 8 തീയതി ബോംബെയിൽ നടന്ന IACC മീറ്റിംഗിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഗാന്ധിജി പ്രഖ്യാപിച്ചു. ഈ സമയം ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു നെഹ്റു. അദ്ദേഹം ഇതിനെ പിന്തുണച്ചു. നെഹ്റു ജനങ്ങളോട് ഡു ഓർ ഡൈ എന്ന് പറഞ്ഞു. ഈ ഒരു കാര്യം ബ്രിട്ടീഷുകാരെ നന്നായി ഭയപ്പെടുത്തി. അങ്ങനെ അവരുടെ അനുമതിയില്ലാതെ പ്രക്ഷോഭം ഉണ്ടാക്കിയത് സർക്കാരിനെതിരെ ജനങ്ങളെ തിരിച്ചുവിടാൻ ശ്രമിച്ചതിനും അദ്ദേഹത്തെ ജയിലിൽ അടച്ചു. അങ്ങനെ 1942 മുതൽ 45 വരെ അദ്ദേഹം ജയിലിലായിരുന്നു. എന്നാൽ ജയിലിൽ ഇരുന്നു കൊണ്ടും അദ്ദേഹം പോരാടി. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതി. ശേഷം അദ്ദേഹം പുറത്തിറങ്ങിയതിനു ശേഷം ആ പുസ്തകം പുറത്തിറക്കുകയും ജനങ്ങളെ അത് സ്വാധീനിക്കുകയുമാണ് ചെയ്തത്. അതായത് ആ പുസ്തകം നമ്മൾ ആരാണെന്ന് എന്ന ബോധം ജനങ്ങൾക്ക് ഉണ്ടാക്കിക്കൊടുത്തു. ബ്രിട്ടീഷുകാർ INA പട്ടാളക്കാരെ വിചാരണയ്ക്കായി കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ, അതായത് മതം ഉപയോഗിച്ചുകൊണ്ട് ഒരു കലാപം ഉണ്ടാക്കുവാൻ ശ്രമിച്ചപ്പോൾ അവിടെ വക്കീലായി ഹാജരായത് നെഹ്റു ആയിരുന്നു.
അതോടുകൂടി നെഹ്റുവിന്റെയും നേതാജിയുടെയും ഒപ്പമുള്ളവർ ഒന്നുചേർന്നു. അത് നല്ലൊരു ഒത്തുചേരൽ കൂടിയായിരുന്നു, സ്വാതന്ത്ര്യം എളുപ്പമാക്കുന്നത്. 1946 നെഹ്റു ഇടക്കാല സർക്കാരിന്റെ വൈസ് പ്രസിഡന്റായി മാറി. സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടായിരുന്ന സർക്കാർ കൂടിയായിരുന്നു ഇത്. ബ്രിട്ടീഷുകാരുടെ കീഴിലാണെങ്കിൽ പോലും ഇന്ത്യക്കാരുടെ കയ്യിൽ ആദ്യമായി അധികാരം വന്നതും ഈ സർക്കാരിന്റെ കീഴിലായിരുന്നു. ഇതിനിടയിൽ 1947 ഇന്ത്യ പാക് വിഭജനവും നടന്നു. നേതാജി യുദ്ധത്തിലൂടെ കരുക്കൾ നീക്കിയപ്പോൾ ഇവിടെ ചർച്ചകളിലൂടെയും രാഷ്ട്രീയപരമായി ഇറങ്ങി പ്രവർത്തിക്കുവാൻ നെഹ്റു ഉണ്ടായി. അങ്ങനെ ബ്രിട്ടീഷ് അധികാര കൈമാറ്റം നടത്തി. അതോടുകൂടി ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു മാറി. ഇനി രാജ്യം മുഴുവൻ ഒന്നിപ്പിച്ച ഒരു ഇരുമ്പ് മനുഷ്യൻ, സർദാർ വല്ലഭായ് പട്ടേൽ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ അവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അതായത് ഇന്ത്യ ഒന്നായിരുന്നില്ല. രാജ്യം മുഴുവനും 500-ലധികം നാട്ടുരാജ്യങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഹൈദരാബാദ്, കാശ്മീർ, ജൂനാഗഡ് എന്നിവരെ എല്ലാവരും ഞങ്ങൾ സ്വതന്ത്രമായെന്ന് പറയുവാൻ തുടങ്ങി. ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് നന്നല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഒരുമിപ്പിക്കണം. അങ്ങനെ 1947 അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രിയായി മാറി. ഇന്ത്യയെ ഒരുമിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും തുടങ്ങി. അതിനുവേണ്ടി ചില മിഷനുകളും നടന്നു. ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ, അതായത് ചർച്ചയുടെ. ഇതിനുവേണ്ടി പട്ടേലും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും കൂടാതെ റിംഫോഴ്സ് കമ്മീഷണറും കൂടിയായിരുന്ന VP മേനോനും കൂടി ചേർന്ന് രാജാക്കന്മാരെ കണ്ടു. മാത്രമല്ല അതിനുവേണ്ടി പ്ലാൻ തയ്യാറാക്കിയത് VP മേനോനായിരുന്നു. ഒരു പേജിലാണ് അദ്ദേഹം കാര്യങ്ങൾ എഴുതിയത്. അതില് പ്രധാനമായും ഉണ്ടായിരുന്നത് 3 കാര്യങ്ങളാണ്. പ്രതിരോധം, വിദേശകാര്യം, ആശയവിനിമയം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് നൽകൂ, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൈ. ഇതിനുവേണ്ടിയുള്ള ഉത്തരവും പട്ടേൽ നൽകി. അങ്ങനെ മേനോൻ 565 നാട്ടുരാജ്യങ്ങൾ സന്ദർശിച്ചു. ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദിലെ നിസാം ഞങ്ങൾ സ്വതന്ത്ര രാജ്യമാണെന്ന് പറഞ്ഞു ജനങ്ങളെ ഉപദ്രവിച്ചിരുന്നു. ചർച്ചകൾക്കൊടുവിലും അവർ വഴങ്ങിയില്ല. അങ്ങനെ പട്ടേൽ പറഞ്ഞു, സംസാരം കൊണ്ട് ഇനി കാര്യമില്ല. അങ്ങനെ ഇതിനുവേണ്ടി പട്ടാളക്കാരെ അവർ 5 ദിവസം കൊണ്ടാണ് ഹൈദരാബാദ് കീഴടക്കിയത്. മാത്രമല്ല രക്തം കുറവായുള്ള ഒരു യുദ്ധമായിരുന്നു ഇത്. ഈ യുദ്ധം വിജയിക്കുകയും ചെയ്തു. അതുപോലെ ചിന്നിച്ചിതറിക്കിടന്ന മറ്റൊരു ഭാഗമായിരുന്നു കാശ്മീർ, ജൂനാഗഡ്. ഇവിടെയും ഒന്നിപ്പിക്കണമായിരുന്നു. കാശ്മീർ ആൻഡ് ജൂനാഗഡ് ഓപ്പറേഷൻ. ജൂനാഗഡ് രാജാവായിരുന്ന നവാബ് മുഹമ്മദ് മഹാബത്ത് പാകിസ്ഥാനോട് ചേരുവാൻ നോക്കി. മാത്രമല്ല ഇതിനുവേണ്ടി പാകിസ്ഥാനോട് ഒരു കരാറിൽ ഒപ്പിടുകയും ചെയ്തു. എന്നാൽ ഇതറിഞ്ഞ ജനങ്ങൾ കലാപം നടത്തി. അങ്ങനെ ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞിട്ട് തീരുമാനമെടുക്കാമെന്ന് പട്ടേൽ പറഞ്ഞു. അതിനുവേണ്ടി റഫറൻഡം അദ്ദേഹം നടത്തി. അതായത് അവിടുത്തെ ജനങ്ങൾക്ക് ബാലറ്റ് പേപ്പർ കൊടുത്ത് അവിടെ വോട്ടെടുപ്പ് നടത്തി. അതിൽ ഭൂരിഭാഗവും, അതായത് 99.9% ഇന്ത്യക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്തത്. അങ്ങനെ ഇതോടുകൂടി ജൂനാഗഡിനെയും ഇന്ത്യയോടൊപ്പം അദ്ദേഹം ലയിപ്പിച്ചു. 16 മാസങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇത് നടപ്പിലാക്കിയെടുത്തത്. അതായത് 1947 ഓഗസ്റ്റ് മുതൽ 48 ഡിസംബർ വരെ ഇന്ത്യ സ്വാതന്ത്ര്യമായി ഒന്നിക്കുകയും ചെയ്തു. ഇനി നമ്മുടെ നാടിന് നീതിയും നിയമവും. ഈ പുതിയ ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകും? അങ്ങനെ ഇന്ത്യയുടെ ഭരണഘടന എഴുതുവാൻ ഒരാൾ വന്നു. അദ്ദേഹമാണ് ഡോക്ടർ BR അംബേദ്കർ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. 1947 ഓഗസ്റ്റ് 29-ാം തീയതി അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചെയർമാനായി സ്ഥാനം പോയി. ഇതിന് വലിയ വെല്ലുവിളികളാണ് ഉണ്ടായിരുന്നത്. പ്രധാനമായും 2 കാരണങ്ങൾ. 500-ലധികം നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ചുള്ള ഒരു നിയമം, 1000 വർഷത്തിലേറെ നീണ്ടുനിന്ന് വരുന്ന ജാതി വിവേചനത്തിന് അറുതി. അങ്ങനെ ഈ ആശയങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ഭരണഘടന എഴുതുവാൻ തുടങ്ങി. അങ്ങനെ 2 വർഷത്തിലേറെ സമയമെടുത്തുകൊണ്ട് അദ്ദേഹം ഭരണഘടന എഴുതി. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയും ഇതാണ്. 448 ആർട്ടിക്കിൾ, 22 ഭാഗം, 12 ഷെഡ്യൂൾ. ഇങ്ങനെയായിരുന്നു ഭരണഘടനയുടെ സ്ട്രക്ചർ. അദ്ദേഹം അതിലെഴുതിയ പ്രധാന കാര്യമായിരുന്നു ഇന്ത്യയിലെ ഓരോ പൗരനും തുല്യ, ജാതി, മതം, ലിംഗം ഇതൊന്നും നോക്കി. അങ്ങനെ 1950 ജനുവരി 26-ന് അംബേദ്കർ എഴുതിയ ഭരണഘടന നിലവിൽ വന്നു. അന്ന് ഇന്ത്യ സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നാൾവഴികൾ, അതിലെ സ്വതന്ത്ര സമര സേനാധിപന്മാരുടെ പങ്കിനെ പറ്റിയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.